for chess number 101. സഹൃദയ സദസ്സിന് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പ്രക്ഷുബ്ധമാകുന്ന ആസുരമായ ഈ കാലത്ത് ഞാനൊരു കഥ അവതരിപ്പിക്കുകയാണ്. വില്യം ഷാരോണിന്റെ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കണങ്ങളിൽ പിച്ചു വെച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറിന്റെ സൈന്യം കീഴടക്കി. എന്നും നിസ്സഹായതയുടെ നിലവിളികൾ, മരണത്തിന്റെ നരക്കങ്ങൾ, ഭീതിയുടെ ദീർഘവിശ്വാസങ്ങൾ. പോളണ്ടിലെ കത്തോലിക്ക തെരുവിലെ നിരവധി ഫ്ലാറ്റുകൾ. സമയം ഒരു 7:30 ആയി കാണും. ഒരു ഫ്ലാറ്റിന്റെ പുറത്തേക്കുള്ള ജനാല സാവകാശം അടഞ്ഞു. ആ ജനാലകൾക്കിടയിലൂടെ ഒരു കുഞ്ഞിന്റെ നിലവിളി ഹരിച്ചരിച്ചിരുന്നുണ്ട്. ആരോ ആ കുഞ്ഞിനെ മൃദുവായി ശകാരിക്കുന്നുണ്ട്. അതെ, അത് സോഫിയുടെ വീടാണ്. സോഫി അതിസുന്ദരിയായ കത്തോലിക്കൻ യുവതി. സ്വന്തം ഭർത്താവിനെ ഹിറ്റ്ലറിന്റെ ഗസ്തോപ്പുകൾ അഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, പൊഴിയുന്നു. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, പൊഴിയുന്നു. സോഫിക്ക് ഇപ്പോൾ ഒറ്റ സ്വപ്നം മാത്രം. തന്റെ മക്കൾ ജാൻ, ഇവ. മൂത്തവൻ ജാൻ, ഇളയവളിവ. ജാൻ മിടുക്കനാ, അച്ഛനെ പോലെ. ഇവ കുറുമ്പുകാരിയാ. എന്നാൽ എന്താ, മാലാഖയുടെ ചന്തം. അത് മാത്രം പോരെ. പക്ഷേ ഇവരെ എങ്ങനെ വളർത്തും? ഒരു കഷ്ണം റൊട്ടി പോലും ഇവിടെ എങ്ങും ലഭിക്കാനില്ല. ഹിറ്റ്ലറിന്റെ ഗസ്തോപ്പുകൾ ജൂതന്മാരെ മാത്രമല്ല, കത്തോലിക്കരെയും പിടിച്ചുകൊണ്ടു പോകുന്നു. അമ്മേ, വിശക്കുന്നു അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. കുഞ്ഞിവ നിലവിളിച്ച് കരയാൻ തുടങ്ങി. മോളെ, ബഹളം വെക്കരുത്, നാളെ രാവിലെ ആവട്ടെ, എന്റെ പൊന്നു മോളല്ലേ. അമ്മേ, എനിക്ക് ഒട്ടും പറ്റുന്നില്ലമ്മേ, ഞാനിപ്പോൾ വിശന്ന് ചത്തുപോകും. ഒന്ന് ബഹളം വെക്കാതിരിക്കും, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും, എന്റെ പൊന്നു മോളല്ലേ. സോഫിയുടെ ഭർത്തമാതാവിന്റെ, വൃദ്ധയായ ഭർത്തമാതാവിന്റെ മൂളലും ഇറക്കവും മാത്രം കേൾക്കാം. മൂളലും ഇറക്കവും മാത്രം കേൾക്കാം. അമ്മേ, എനിക്ക് വിശക്കുന്നമ്മേ. ഇവ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, തെറ്റുനിന്നു പോയി ജീവിതം, തെറ്റുനിന്നു പോയി. ബന്ധങ്ങളിൽ ഇനി സ്വന്തമെന്നോടുവാൻ ദുഃഖങ്ങൾ പോലുമില്ല, സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല. കഴിഞ്ഞ ദിവസം ജർമ്മൻ സൈന്യം കന്യാസ്ത്രീ മഠത്തിലേക്ക് ഇരച്ചു കയറി. ഹിറ്റ്ലറിന്റെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ. ദൈവത്തിന്റെ കന്യാസ്ത്രീകൾ വിഹ്വലതയോടെ പരക്കം പാഞ്ഞു. മരണത്തിന്റെ ആർത്തനാദങ്ങൾ കേട്ടു. കാക്കിക്കുള്ളിലെ പൈശാചിക അട്ടഹാസനം തുടങ്ങി. 100ഓളം കന്യാസ്ത്രീകളെ അവർ ബലമായി പിടിച്ചു വെച്ചു. ഊട്ടുതുണികൾ അഴിച്ചെറിയപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കമാൻഡ്. കവചിത വാഹനങ്ങളിൽ നിന്നും
പരിശോധനയ്ക്കായി ഒരുപാട് വേട്ട നായ്ക്കൾ കുതിക്കപ്പെട്ടു. അവർ കന്യാസ്ത്രീകളുടെ മേലിലേക്ക് ഗർജിച്ചു കയറി. പരിശുദ്ധരായ കന്യാസ്ത്രീകൾ നിലത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പാട്ടുപാടുകയായിരുന്നു. കർത്താവിന്റെ പൂമണ കേട്ടോ ഹയ്യയ്യ, കർത്താവിന്റെ കാക്കുന്നയ്യയ്യ, കർത്താവിന്റെ പൂമണവാട്ടികൾ അയ്യയ്യ, കർത്താവിന്റെ ലോകം പൂക്കുന്നയ്യയ്യ. കർത്താവിന്റെ മണവാട്ടികൾ കന്യാസ്ത്രീകൾ ഇപ്പൊ കന്യകമാരല്ലല്ലോ. മദ്യലഹരി ആ സ്ഥലം മുഴുവൻ അരിച്ചു പറിക്കപ്പെട്ടു. മദ്യല ചോര മുഴുവൻ തളം കെട്ടി നിന്നു. സപ്തസ്വരങ്ങൾ മിഴിയിൽ തഴുകിയ പെണ്ണെ, സാരിരാഗം കവിളിൽ ചാർത്തിയ പെണ്ണെ, 100 വസന്ത നിലാവിൽ കുളിച്ച പെണ്ണെ, നിന്നെ താലി ചാർത്തിയതൊരു പുരുഷൻ ഭാഗ്യവാനവൻ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഓരോ കോണിലും നാം ഉണ്ടും ഉറങ്ങിയും സ്നേഹിച്ചും കഴിഞ്ഞപ്പോൾ മറുകോണിൽ ജൂതന്മാർ മാത്രമല്ല ക്രിസ്ത്യാനികൾ പോലും അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുത്തരവാദി ഹിറ്റ്ലർ മാത്രമല്ല, നമ്മളെ പോലുള്ള മറ്റുള്ളവർ കൂടിയാണ്. അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്